إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗപ്രവേശനത്തിന് അനുമതി ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളിൽ അള്ളാഹു ഭാഗ്യം നൽകിയ ഏതാനും ചില വ്യക്തികൾ അവൻ്റെ പരിശുദ്ധ ഭവനത്തിൽ ഹജ്ജ് നിർവഹിക്കാനായി എത്തിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന മഹാസംഗമം. എല്ലാവരും ഒരേ മനസ്സോടുകൂടി, ഒരേ ലക്ഷ്യത്തിൽ, ഒരേ ആഗ്രഹത്തോടുകൂടി റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകി പരിശുദ്ധമായ മക്കയിൽ എത്തിയിരിക്കുകയാണ്. മറ്റു ആരാധനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശരീരവും മനസ്സും സമ്പത്തും എല്ലാം ഒരുപോലെ ഒരുമിക്കുന്ന ഇബാദത്താണ് ഹജ്ജ് എന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിനാഗ്രഹിച്ച് എത്തിച്ചേർന്ന വലിയ മനുഷ്യർ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിലൂടെ ഒരു വ്യക്തിയുടെ ഹജ്ജ് യാത്രയെക്കുറിച്ച് കണ്ടു. വിമാനം അയാൾക്ക് മിസ്സാവുകയാണ്. പക്ഷേ വീണ്ടും വിമാനം തിരിച്ചിറങ്ങുന്നു, വീണ്ടും വിമാനം പറക്കുന്നു, വീണ്ടും തിരിച്ചിറങ്ങുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഹജ്ജിന് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ടുപോകാനല്ല വിമാനം തിരിച്ചിറങ്ങിയത്. പക്ഷേ കംപ്ലൈൻറ്റ് കാരണത്താൽ തിരിച്ചിറങ്ങിയ വിമാനം അദ്ദേഹത്തെയും കൊണ്ട് പറക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പലരും ഹജ്ജിനു വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിച്ച്, അതിനുവേണ്ടി കൊതിച്ച്, അതിനുവേണ്ടി പണം ഒരുക്കുകൂട്ടി, ശാരീരികമായി സാമ്പത്തികമായി അത്ര ഉയർച്ചയിലല്ലാഞ്ഞിട്ടും അങ്ങേയറ്റം ആഗ്രഹിച്ച് കൊതിച്ചു നടക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷേ ജീവിതത്തിൽ അവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല. സമ്പത്ത് ഒരുക്കുകൂട്ടിയായില്ല, അല്ലെങ്കിൽ ഒരുക്കുകൂട്ടിയായപ്പോഴേക്കും ശരീരം കൊണ്ട് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ ആയുസ് അല്ലാഹ് നീട്ടിത്തന്നില്ല. എങ്കിൽ പോലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർവഹിച്ചതിൻ്റെ പ്രതിഫലം കൊടുക്കും. ചില ആളുകൾ ജീവിതത്തിൽ ഹജ്ജ് ആഗ്രഹിക്കുന്നേയില്ല, ഹജ്ജിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അവർക്ക് പണമുണ്ട്, സൗകര്യമുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാക്കാം എന്ന് വിചാരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയുസ് ഉണ്ടാവുമോ? അറിയില്ല. ആയുസ്സുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടാവുമോ? അറിയില്ല. ആരോഗ്യമുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനു വേണ്ടി കൊടുക്കാനുള്ള സമ്പത്ത് ഉണ്ടാവുമോ? അറിയില്ല. അപ്പൊ സമ്പത്തുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ ഇപ്പോൾ നിർവഹിക്കേണ്ടതാണ് ഹജ്ജ്, അല്ലേ? അപ്പൊ ഇനി അടുത്ത വർഷം, ഈ വർഷം ഇനി നമുക്കതിന് സാധ്യതയല്ല, അടുത്ത വർഷം സാധ്യതയുള്ളവർ അടുത്ത വർഷം തന്നെ ചെയ്യേണ്ടത്. അത് പ്രായമായി അങ്ങേയറ്റം എത്തി നടക്കാൻ കഴിയാതെ, പ്രത്യേകിച്ച് ദുൽഹിജ്ജ 10 അന്ന് ധാരാളം കർമ്മങ്ങൾ, ധാരാളം ദൂരം നടക്കേണ്ട അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ഹജ്ജിന് പോകേണ്ടത്. ആരോഗ്യമുള്ളപ്പോൾ, വളരെ നേരത്തെ എപ്പോഴാണോ ആക്കാൻ കഴിയുന്നത് അപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്. വെറുതെ ഒരു കർമ്മമാണോ ഹജ്ജ്? ഇസ്ലാമിലെ ഒരു കർമ്മവും അങ്ങനെ ലക്ഷ്യമില്ലാത്ത പ്രവർത്തനമല്ല. വെറുതെ ഒരു കർമ്മം ചെയ്യുക, എന്തെങ്കിലും ഒരു ചടങ്ങ് കഴിക്കുക അല്ല. ഹജ്ജിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ അത് കഫാറത്തുൽ ലിമാ ബൈനഹുമ, അവക്കിടയിലുള്ള ചെറുപാപങ്ങൾ പൊറുക്കാൻ ഉംറ മദീന.
ഹജ്ജുൻ മബ്റൂർ, ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഒരു ഹജ്ജാണെങ്കിൽ, സ്വീകാര്യയോഗ്യമായി റബ്ബ് തെരഞ്ഞെടുത്ത ഒരു ഹജ്ജാണ് എങ്കിൽ ആ ഹജ്ജിന് ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്ന, അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വർഗത്തിൽ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഹജ്ജ്. 5 കാര്യങ്ങൾ, ഇസ്ലാമിന്റെ 5 പഞ്ചസ്തംഭങ്ങൾ, ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാന തൂണുകൾ, ആ തൂണുകളിൽ ഒന്നായി പഠിപ്പിച്ച കാര്യമാണ് ഹജ്ജ്. റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു, ഹജ്ജ് നിർവഹിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുന്നയാൾ, അയാൾ തന്റെ ഉമ്മ എങ്ങനെയാണോ അയാളെ പ്രസവിച്ചത് അതേ അവസ്ഥയിലേക്കാണ് അയാൾ തിരിച്ചു വരുന്നത് എന്നാണ്. ശുദ്ധഹൃദയനായി, പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് അള്ളാഹുവിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചവനായി, സമ്പൂർണ്ണ മുസ്ലിമായി കൊണ്ടാണ് അയാൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നത്. അപ്പോൾ ഈ ഒരാഗ്രഹം, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളൊക്കെ എനിക്ക് പുറത്തു കിട്ടണം, ഞാൻ റബ്ബിന് തൃപ്തിപ്പെട്ടവനായി മാറണം, ഞാൻ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ കൊണ്ട് അങ്ങേയറ്റം അടുത്തവനായി മാറണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിലേക്ക് അങ്ങേയറ്റം പ്രതീക്ഷയർപ്പിച്ച് ഈ ഒരു കർമ്മത്തിന് നമ്മൾ ആഗ്രഹമുണ്ടാവണം നമ്മുടെ മനസ്സിൽ. ഇപ്പോൾ ഇതുവരെ അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത ആളുകൾ, അടുത്ത വർഷം എനിക്ക് കഴിയോ, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള വർഷം എനിക്ക് കഴിയോ എന്ന് ഓരോ സ്ത്രീ പുരുഷന്മാരും ആലോചിക്കണം. സ്ത്രീകൾ ചിന്തിക്കുക, എനിക്ക് വരുമാനമില്ലല്ലോ, എനിക്ക് ജോലി ഇല്ലല്ലോ, എനിക്ക് എങ്ങനെയപ്പോൾ അത് ചെയ്യാൻ കഴിയാന്നാണ്. നമ്മുടെ കൈവശമുള്ള സ്വർണം അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഹജ്ജിന് പോകാൻ കഴിയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹജ്ജ് ചെയ്യാലോ. നമുക്ക് സാധ്യതയുണ്ട്, ആ സാധ്യതയെ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ നമുക്ക് പാടില്ല, ആ അവസ്ഥയെ നമ്മൾ ഇല്ലാതാക്കി കളയാൻ പാടില്ല എന്നാണ്. ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്ന സുപ്രധാനമായ ചില പാഠങ്ങളുണ്ട്. അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഹജ്ജ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നബിമാരുടെ ഉപ്പയാണ്. അദ്ദേഹം പഠിപ്പിച്ച ഒരാശയമുണ്ട്, അദ്ദേഹത്തിന്റെ മില്ലത്തുണ്ട്. ഏകനായ പടച്ച റബ്ബിനെ മാത്രമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ളത്. അള്ളാഹു അല്ലാത്തവരാരെയും ഇബ്രാഹിം നബി വിളിച്ചിട്ടില്ല, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചിട്ടില്ല. ജീവിതത്തിലുടനീളം അദ്ദേഹം പ്രാവർത്തികമാക്കിയ അക്കാര്യാണ്. തന്റെ പിതാവിനെ വിഗ്രഹാരാധകനായിരുന്നു, വിഗ്രഹ നിർമ്മാതാവായിരുന്നു. തന്റെ സമൂഹം വിഗ്രഹാരാധകരായിരുന്നു. ആ നാട്ടിലെ ഭരണാധികാരി വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിച്ചയാളായിരുന്നു. എല്ലാ നിലക്കും ഷിർക്കിൽ മുങ്ങി ജീവിച്ച ആ ജനതയെ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ പരിശ്രമങ്ങളുണ്ട് ഇബ്രാഹിം നബി. ആകാശം കാണിച്ചു കൊടുത്തു, അവിടുത്തെ നക്ഷത്രം കാണിച്ചു കൊടുത്തു, സൂര്യൻ ചന്ദ്രൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയുന്നു, ഇതെല്ലാം അസ്തമിച്ചു പോകുന്നവയാണ്, ഇതെല്ലാം ഇല്ലാതാകും, ഒരു സമയത്തേ കാണുള്ളൂ, പിന്നൊരു സമയത്ത് കാണൂല. എന്റെ രക്ഷിതാവ് അങ്ങനെ അസ്തമിച്ചു പോകുന്നവനല്ല, അവൻ ഹയ്യാണ്, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അല്ലേ? അങ്ങനെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആശയം. ബാക്കി എല്ലാവരുടെയും ജീവന് അവസാനമുണ്ട്, എന്നാൽ എന്റെ റബ്ബിന്റെ ജീവന് അവസാനമല്ല. ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എന്നെ സുഖപ്പെടുത്തുന്നവൻ, ശമനം നൽകുന്നവൻ, ഫഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗമായി കഴിഞ്ഞാൽ എന്നെ സുഖപ്പെടുത്തുന്നവനാണ് എന്റെ റബ്ബ് എന്ന് പഠിപ്പിച്ചു. ആർക്കാണ് അതിന് കഴിയുക? രോഗമുണ്ടായാൽ സുഖപ്പെടുത്താൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയും? മരുന്ന് എത്രയോ നമ്മൾ കഴിക്കും, രോഗം മാറിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. എത്രയോ നല്ല ചികിത്സ നടത്തും, നല്ല ഉന്നതമായ സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ പോകും, രോഗം മാറിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. രോഗം മാറണമെങ്കിൽ അത് അല്ലാഹു തീരുമാനിക്കണം. പാപങ്ങൾ പൊറുക്കാൻ ആർക്കാ കഴിയുക? അല്ലാഹുവിനല്ലാതെ മറ്റാർക്കെങ്കിലും പാപങ്ങൾ പൊറുക്കാൻ കഴിയും? ഇല്ല. ഞാൻ പാപിയാണ്, എന്റെ പാപങ്ങൾ പുറത്തു തരണം എന്ന് ചോദിച്ചാൽ നിന്റെ പാപങ്ങൾ പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിവുള്ളവൻ ഒരേ ഒരുവനാണ്, അല്ലാഹു മാത്രം. ബാക്കിയുള്ളവർക്കൊക്കെ തൊള്ളോണ്ട് പറയാം, എന്റെ പാപങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്ത് ഞാൻ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഇന്നയാളടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ അള്ളാഹിനോട് പറഞ്ഞോളും എന്ന ആശയം പറയാം, അല്ലേ? പക്ഷേ അതുകൊണ്ട് പാപം പൂർണ്ണമായി പരിഹരിക്കപ്പെടില്ല. പാപം പൊറുക്കണമെങ്കിൽ നമ്മൾ അള്ളാഹിനോട് പറയണം. അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹു പാപം പുറത്തരും. പൊറുക്കാൻ കഴിവുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. തൗഹീദിന്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം മുഴുവൻ. തൗഹീദിന്റെ പ്രബോധനമാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ. ഹജ്ജിന്റെ കർമ്മത്തിലും ഓരോ രംഗങ്ങളിലും നമുക്ക് തൗഹീദിന്റെ പ്രഖ്യാപനങ്ങൾ കാണാം. എല്ലാ ഹാജിമാരും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്
ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അല്ലേ? ഈ വചനം ആവർത്തിച്ചുകൊണ്ടാണ് ഓരോ ഹാജിമാരും ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലബ്ബൈക്, റബ്ബേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. ആവർത്തിച്ചു പറയാണ്, നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് റബ്ബേ, അതുകൊണ്ട് ആ കാര്യങ്ങൾ നീ എനിക്ക് നിവർത്തിച്ചു തരണം. അതാണ് ലബ്ബൈക്, നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ റബ്ബേ വന്നിരിക്കുന്നു, എന്റെ കാര്യം പറയുന്നത് റബ്ബേ നീ ഒന്ന് കേൾക്കണം എന്നാണ് നമ്മൾ അതിലൂടെ ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് 4 തവണ പറയുന്നുണ്ടത്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, പടച്ചോനെ ധാരാളം നിഅമത്തുകൾ നീ എനിക്ക് നൽകിയിട്ടുണ്ട്. ആ നിഅമത്തുകളൊന്നും ഞാൻ ഉണ്ടാക്കിയെടുത്തല്ലോ, എന്റെ കഴിവുകൊണ്ടുണ്ടായതാ, ജോലിന്റെ കഴിവുകൊണ്ട് കിട്ടിയതാ, വരുമാനങ്ങൾ, സൗകര്യങ്ങൾ, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ അവസ്ഥകൾ, പടച്ചോനെ ഇതൊക്കെ നീ തന്നതാ, എന്റെ കഴിവല്ല. ലാ ശരീക ലക്, ആവർത്തിച്ചു പറയാണ്, തൗഹീദിന്റെ പ്രഖ്യാപനാണ്, നിനക്ക് പങ്കുകാരില്ല എന്ന പ്രഖ്യാപനം. എന്നാൽ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി കഅബാലയത്തിൽ വന്നിരുന്ന മക്കയിലെ മുശ്രിക്കുകളുണ്ട്, അവരും ഹജ്ജ് ചെയ്തിരുന്നു. അവർ ഹജ്ജ് ചെയ്തിരുന്നപ്പോൾ പറഞ്ഞ തൽബിയത്തും സമാനമായ തൽബിയത്താണ്. പക്ഷെ അതിൽ ഒരു അഡീഷണൽ വേർഡ് ഉണ്ട്, ഒരു എക്സ്ട്രാ വേർഡ് ഉണ്ട്. എന്താണത്? ഇല്ലാ ശരീകൻ ഹുവ ലക്, പടച്ചോനെ നിനക്ക് ചില പങ്കുകാരുണ്ട്, ആ പങ്കുകാരോ അവരും നിനക്കുള്ളതാണ്. തംലിക്കുഹു വമാ മലക്, ഓല് മാത്രമല്ല പടച്ചോനെ, ഓല് ഉടമപ്പെടുത്തുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നീ ഉടമപ്പെടുത്തുന്നവനാണ്. ഓല് നിന്റെ കീഴിലുള്ള ആളുകളാണ്. നീ വലിയ ദൈവം, അള്ളാഹു വലിയ ദൈവം, നിനക്ക് താഴെ കുറച്ച് കുട്ടി ദൈവങ്ങളുണ്ട്, ആ കുട്ടി ദൈവങ്ങൾ നിന്റെ കീഴിലാണ്, അല്ലേ? അല്ലാതെ നിന്റെ മുകളിലല്ല അവര്. അതുകൊണ്ട് ഞങ്ങൾക്ക് പങ്കുകാരുണ്ട് എന്ന് പറഞ്ഞവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. ആ പങ്കുകാർക്ക് സ്വന്തമായി എന്തെങ്കിലും കഴിവുണ്ട്, സമദീയത്തുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നോ? വിശ്വസിച്ചിരുന്നില്ല. അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, അതേ അവർ പറഞ്ഞിട്ടുള്ളൂ, അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. പിന്നെയോ ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ശുപാർശകരാകും. അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല, അല്ലേ? ഇന്ന് നമ്മുടെ നാട്ടിലെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, ഇസ്തിഗാഥ ചെയ്യുന്ന, ഖബറിലുള്ളവരെ ആരാധിക്കുന്ന, മരണപ്പെട്ടുപോയ മഹാന്മാർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ, അല്ലെ? മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ അവർ പറയണത് ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല, ഞങ്ങൾ ഇസ്തിഗാഥ ചെയ്യുന്നേ ഉള്ളൂ, ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നേ ഉള്ളൂ. അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിചാരിച്ചു ചോദിച്ചാൽ മാത്രമേ അത് ശിർക്കാവുകയുള്ളൂ എന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ എന്ന് അള്ള പരിചയപ്പെടുത്തിയ, ശിർക്കിലാണ് എന്ന് അള്ള പറഞ്ഞ, മുശ്രിക്കുകളാണ്, നരകത്തിലാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ആ ആളുകളുടെ വിശ്വാസം എന്താണ്? സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണോ അവർ പ്രാർത്ഥിച്ചത്? ഒരിക്കലുമല്ല. അവർ പ്രാർത്ഥിച്ചത് അള്ളാന്റെ കീഴിലുള്ള ആളുകളാണ് എന്ന നിലക്കാണ്. എന്നാൽ തൗഹീദിന്റെ പ്രഖ്യാപനമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പോകുന്ന ആളുകൾ പോലും ജാറങ്ങളിൽ പോയി അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് തങ്ങന്മാരുടെ അടുക്കൽ പോയി അവർക്ക് ഞങ്ങളുടെ യാത്രയിൽ അവർ സുരക്ഷയൊരുക്കും എന്ന് വിചാരിച്ച് അവർക്ക് ഞങ്ങളുടെ യാത്രയിൽ ഇടപെടാൻ കഴിയും, അല്ലേ? നമ്മളോടൊപ്പം സഞ്ചരിച്ച് അവിടെ വണ്ടി വരുന്നുണ്ട്, മാറിക്ക്, അങ്ങനെയല്ലല്ലോ. അവിടെ ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ വീകണ്ട എന്നല്ലല്ലോ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഈ മഹത്തുക്കൾക്ക് സാധിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ജാറങ്ങളിലൂടെ പോകുന്നത്. അവിടെ പോകുന്നതിനാ ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരില്ല റബ്ബേ എന്ന് പറയാനാ. ആ പോകുന്നയാൾ പോലും ജാറങ്ങളിലൂടെ യാത്ര ചെയ്തു പോണു, തിരിച്ചു വരുമ്പോൾ ദർഗകളിലൂടെ മടങ്ങുന്നു, അല്ലേ? എന്താ അവസ്ഥ ഉള്ളത്? പോയ ആളുകളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പോയത് തൗഹീദിന്റെ പ്രഖ്യാപനത്തിനാണ്. എത്ര ആളുകൾ അതേ വാക്ക് ആവർത്തിച്ചു പറഞ്ഞു, ലാ ശരീക ലക്. അതുകൊണ്ട് ഇവിടെ ജീവിതത്തിൽ ഇനി തിരിച്ചു വന്നാൽ നിനക്ക് പങ്കുകാരില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിൽ നിൽക്കണം. അല്ലാതെ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ പോലെ നിനക്ക് ചില പങ്കുകാരുണ്ട്, അവരെയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒരു വേള അവരെക്കാൾ മോശമായ ചില പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിലെ ചില ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ട്.
അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടിയാൽ കിട്ടിയെന്നാണ്, ഉറപ്പില്ല. അല്ലാത്തവരോട് ചോദിച്ചാലോ അത് ഉറപ്പായും കിട്ടും. അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരു KSRTC ബസ്സിലെ ലോക്കൽ യാത്ര പോലെയാണ്. എന്നാൽ അല്ലാത്തവരോട് ചോദിക്കുന്നതോ അത് അതിവേഗതയിൽ പോകാൻ സൗകര്യമുള്ള ഒരു ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് എന്നൊക്കെ ചില ഉസ്താദുമാർ പറയണ കേൾക്കുമ്പോൾ ഇവരൊന്നും ദീനിന്റെ ബാലപാഠങ്ങൾ പോലും പഠിച്ചിട്ടില്ലേ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെയൊക്കെ ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയാം? പടച്ചോനേക്കാളും വലിയ പടപ്പുകളുണ്ട് എന്ന് പറയാൻ പണ്ഡിതന്മാർക്ക് കഴിയുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. പ്രഖ്യാപിച്ചു പോരുന്നു നമ്മൾ, അള്ളാഹു നിനക്ക് പങ്കുകാരില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ശരീകൻ ഹുവലക് എന്ന് പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകളോട് പറഞ്ഞ വാക്കുണ്ട്, വൈലക്കും ഖദ്. നോക്കൂ, അത് പറയില്ലേ, നിങ്ങൾ അതിന്റെ തൊട്ടുമുള്ള വാചകത്തിൽ നിർത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അല്ലേ, നമുക്ക് പൊതുസമൂഹത്തോട് ജനങ്ങളോട് പറയാനുള്ളത് ഏകനായ പടച്ച റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലാഹു അല്ലാത്ത വലിയുകളോട്, മലക്കുകളോട്, ജിന്നുകളോട്, മഹാന്മാരോട്, മറമാടപ്പെട്ട് കിടക്കുന്ന മഖ്ബറയിലെ ഷെയ്ഖുമാരോട്, ആരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആകട്ടെ, അവരോടൊന്നും പ്രാർത്ഥന നടത്തുന്നത്, സഹായാർത്ഥന നടത്തുന്നത്, അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത് ഇല്ല. വിശ്വാസിയാണോ മുസ്ലിമാണോ അവൻ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നേർച്ച നടത്തുള്ളൂ. അവൻ ബദരീങ്ങളുടെ ആണ്ടിന്റെ അന്ന് നേർച്ച നേരൂല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അവൻ അറക്കൂല. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ അവൻ അറക്കുള്ളൂ, അറവ് നടത്തുള്ളൂ. അവന്റെ മാർഗത്തിൽ മാത്രമേ അവൻ ദബ്ഹ് നടത്തുകയുള്ളൂ. അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന വലിയ സന്ദേശം. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ കഅബം തവാഫ് ചെയ്യുക എന്ന കർമ്മമുണ്ട്. കഅബം വലം ചെയ്യുക. എല്ലാ കാര്യത്തിനും നമ്മൾ വലതിനെ മുന്തിക്കണം എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ കഅബാലയത്തിൽ ചെന്ന് നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ കഅബാലയം നമ്മുടെ വലതുവശത്തായിരിക്കോ ഇടതുവശത്തായിരിക്കോ? ഇടതുവശത്തായിരിക്കും. അവിടെ ചെന്നാൽ ഇടതുവശം കഅബാലയത്താക്കി നമ്മൾ ചുറ്റണം. എന്തേ വലതുവശം ആകാതിരുന്നത്? എന്തേ അങ്ങനെ ആയത്? അത് റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. ഖുദൂ അന്നീ മനാസികക്കും, എന്നിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തവാഫ് ചെയ്ത് കാണിച്ചു തന്നു. അപ്പൊ നമ്മളും അങ്ങനെ തന്നെ തവാഫ് ചെയ്തു. എന്താ വലത്തേക്ക് തിരിഞ്ഞ? എല്ലാവരോടും വലത്തേക്ക് തിരിയ ഇല്ല. അവിടെ ചോദ്യം ചെയ്യലില്ല. അവിടുത്തെ യുക്തി എന്താണ് അത് നമുക്കറിയില്ല. അള്ളാഹ് ഒരു യുക്തി നിശ്ചയിച്ചിട്ടുണ്ടാവും, അത് നമുക്കറിയില്ല. അത് ശാസ്ത്രീയമായി മനുഷ്യന് വലയം ചെയ്യാൻ ഇടതുവശത്തേക്ക് വലയം ചെയ്യലാണ് നല്ലത് എന്ന് തെളിയിച്ചാൽ മാത്രമേ ഞാനത് സ്വീകരിക്കുള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ ഓന് വിവരമില്ലാത്തവനാണ്, ഓന് ദീന്റെ ബാലപാഠം അറിയാത്തവനാണ്. 7 വട്ടം ഈ ത്വാഫൊക്കെ ചെയ്ത് തിരക്കിന്റെ അടിയിൽ തിക്കിത്തിരക്കി ത്വാഫ് ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നെന്ത് ചെയ്യണം? ആ വെള്ളമൊക്കെ കുടിച്ച് 2 റക്അത്ത് നിസ്കാരമൊക്കെ നടത്തിയിട്ട് സഅയ് നടത്തണം. 7 വട്ടം സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്നിട്ട് അങ്ങനെ 7 വട്ടം, അങ്ങനെ അവസാനത് മർവയിൽ അവസാനിക്കണം. എന്താ ഇപ്പൊ 7? 8 ആയാലെന്താ? 6 ആയാലെന്താ? ചോദ്യമല്ല, അത് 7 തവണ ചെയ്യണമെന്ന് റസൂല പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിന്റെ യുക്തി അതേ ഉള്ളൂ. ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളുടെയും യുക്തി എന്താണ് എന്ന് മനസ്സിലായിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്നൊരാൾ വാശി പിടിച്ചാൽ അവന് 5 പൈസക്ക് വിവരമില്ല എന്നാ അതിന്റെ അർത്ഥം. എന്താണെന്നറിയോ? ഇസ്ലാമിലെ കർമ്മങ്ങളൊക്കെ ആര് പറഞ്ഞതാ? അത് ബുദ്ധി നൽകിയ, യുക്തി നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. അത് പഠിപ്പിച്ചതാരാ? ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പഠിപ്പിച്ചത്. അപ്പൊ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, അത് റസൂല കാണിച്ചു തന്നു, അത് സ്വീകരിക്കുക. എന്തിനാണ് അത് സ്വീകരിക്കുന്നത്? അത് അള്ളാഹു പഠിപ്പിച്ച, റസൂല പഠിപ്പിച്ച ആ സ്വർഗത്തിൽ അവസരം കിട്ടാൻ. ആ സ്വർഗം വേണ്ടാത്തോ സ്വീകരിക്കണ്ട, അത്രയല്ലേ ഉള്ളൂ. ഇസ്ലാമിനെ യുക്തി കൊണ്ട് വിലയിരുത്തുന്ന ആളുകൾക്കുള്ള മറുപടി യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിലുണ്ട്. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഹജറുൽ അസ്വദിനോട് പറയാണ്, ഹജറിനെ വിളിച്ചു പറയാ, ഇന്നക ഹജർ, ഇന്നി അഅലമു അന്നക ഹജർ, നീ ഒരു വെറും കല്ലാണെന്ന് എനിക്കറിയാം, നീ ഒരു കല്ലാന്നറിയാം. ലൗലാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, റസൂല നിന്നെ ചുംബിക്കണത് കണ്ടതുകൊണ്ടാട്ടോ ഞാൻ നിന്നെ ചുംബിക്കണത്. റസൂല നിന്നെ ചുംബിക്കണത് കണ്ടിട്ടില്ലേ ഞാൻ ചുംബിക്കൂല. ആ കല്ല് എന്നെ ഏതെങ്കിലും നിലക്ക് സഹായിക്കുന്നോ, എനിക്കെന്തെങ്കിലും ബറക്കത്ത് തരുന്നോ, അതൊക്കെ വിചാരിക്കുന്നുണ്ടോ?
എന്റെ ജീവിതത്തിൽ അഭൗതികമായ കല്ല് ഇടപെടുന്നു വിചാരിക്കണം. ഒന്നും വിചാരിക്കണില്ല. എന്തിനാണോ ചുംബിക്കണത്? അത് ചുംബിക്കുന്നത് അള്ളാന്റെ റസൂൽ ഇതിനെ ചുംബിക്കണത് കണ്ടു, അതുകൊണ്ട് ചുംബിക്കുക. നമുക്ക് അവിടെ ചുംബിക്കാൻ അവസരം കിട്ടാൻ പ്രയാസാണ്. അപ്പൊ നമ്മൾ കൈകൊണ്ട് ഉയർത്തിയിട്ട് ഒരു ആംഗ്യം കാണിച്ചിട്ട് നമ്മൾ തവാഫ് പൂർത്തിയാക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ആ നാട്ടിലെത്തി അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ ഇടപെടാനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ, ഈ ഹജ്ജിന്റെ ഉംറയുടെ ഓരോ കർമ്മങ്ങളിലും അള്ളാന്റെ റസൂലിന്റെ ചര്യയെ പിൻപറ്റുക എന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സമ്പൂർണമായി കീഴൊതുങ്ങുക എന്ന റിസാലത്തിന്റെ വലിയ സന്ദേശം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു അല്ലേ, അത് നമ്മൾ അപ്പടി സ്വീകരിക്കുക. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ, നിങ്ങൾ വിശ്വാസികളാകൂല. സത്യം ഉറപ്പിച്ചു പറയാം, നിങ്ങൾ വിശ്വാസികളാകൂല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളിൽ അള്ളാന്റെ റസൂലിനെ വിധികർത്താവായി വെക്കണം. റസൂലുള്ളാനെ ആയിരിക്കണം നമ്മൾ മതകാര്യങ്ങളിൽ നമ്മുടെ വിധികർത്താവായി വെക്കേണ്ടത്. ഭൗതികമായ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അതിൽ തീർപ്പ് പറയേണ്ട ആളായി വെക്കേണ്ടത് അള്ളാന്റെ റസൂലിനെയാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാക്കി വെക്കേണ്ടത് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നിർദ്ദേശങ്ങളാണ് ജീവിതത്തിൽ നമുക്ക് മുഖ്യമായി വേണ്ടത്. അല്ല നമ്മുടെ തോന്നലുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ യുക്തികൾ, അതിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഒരു ഹാജി അയാൾ ഉംറ നിർവഹിക്കാനായി കഅബാലയത്തിലേക്ക് ആദ്യമായി പോകുമ്പോൾ കുളിക്കുന്നു, ശരീരത്തിൽ അയാൾ സുഗന്ധം പുരട്ടുന്നു, എന്നിട്ട് വെളുത്ത വസ്ത്രങ്ങൾ അയാൾ പുതക്കുന്നു. സ്ത്രീകളാണെങ്കിൽ അവർ നല്ല വസ്ത്രങ്ങൾ മാറ്റി ധരിക്കുന്നു. അങ്ങനെയാണ് ഹജ്ജിനു വേണ്ടി ആദ്യമായി നമ്മൾ ഉംറ നിർവഹിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഒരുങ്ങുക. ആ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് യൗമു തർവിയയുടെ അന്ന് പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പുരുഷന്മാരായ ഹാജിമാരൊക്കെ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് ഇടപെടുക. ഇതേപോലെ ഒരു ഒരുക്കം നമുക്ക് നടത്താനുണ്ട്. അത് നമ്മുടെ മരണ ദിവസമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെയും കുളിപ്പിക്കും, ശരീരത്തിൽ കർപ്പൂരം കലർത്തിയ വെള്ളമൊഴിക്കും, എന്നിട്ട് വെളുത്ത വസ്ത്രം കൊണ്ട് നമ്മളെ പുതപ്പിക്കും. നമ്മൾ നടന്നു പോകുമെങ്കിൽ നമ്മളെയും വഹിച്ചുകൊണ്ട് ആളുകൾ കടന്നുപോകും. അങ്ങനെ ഒരു ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ കർമ്മങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹജ്ജിന്റെ വചനങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ആദ്യം ഹജ്ജിന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നാളെ പരലോകത്ത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പരാമർശിച്ചിട്ടുള്ളത്. ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ നമുക്ക് പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ 3 കാര്യങ്ങൾ, തൗഹീദിന്റെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന വിഷയം, പരലോകത്തെക്കുറിച്ചുള്ള ആഖിറത്തിന്റെ വിഷയം, ഇത് 3ലേക്കുമുള്ള നിർദ്ദേശങ്ങളും സൂചനകളും പാഠങ്ങളും ഈ വിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവിടെ എത്തിയിട്ടില്ല, നമ്മൾ ഈ സമയത്ത് അവിടെയല്ല, എങ്കിലും തൗഹീദ് ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് സമ്പൂർണമായി അംഗീകരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ വിധികൾക്ക്, നിയമങ്ങൾക്ക് മുൻഗണന കൊടുത്ത് പരലോകത്തിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്നത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിലിന്റെയും ഭാര്യ ഹാജറിന്റെയും ത്യാഗപൂർണമായ പരിശ്രമങ്ങൾ അയവിറക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു എന്താണോ പറഞ്ഞത് അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അംഗീകരിച്ചു. ഇബ്രാഹിം അല്ലദീ വഫ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്ന് പറഞ്ഞു. മകനെയും ഭാര്യയെയും കൊണ്ടുപോയ ആക്കണം കഅബാലയത്തിന്റെ അരികിൽ. അവിടെ ആരുമില്ല, ചെന്നായ്ക്കളെ ഉള്ളൂ, മരുഭൂമിയിലെ മൃഗങ്ങളെ ഉള്ളൂ, വെള്ളവും ഭക്ഷണമൊന്നുമില്ല. പക്ഷെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. അല്ലാഹു അമറക ബിഹാദ, ഇബ്രാഹിം നിന്നോട് അള്ള പറഞ്ഞതാണോ എന്നാണ് ഹാജറിന്റെ ചോദ്യം. അതേന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹു ഞങ്ങളെ കൈവടിയുകയില്ല എന്ന് മഹദി അവിടെ പറഞ്ഞു. പലിശക്ക് പൈസ എടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ കെട്ടിക്കാനാവുമ്പോത്തിന് പെര ആകുമോ എന്ന് ഭാര്യമാര് ചോദിക്കും. ചോദിക്കണ്ട.
അങ്ങനെ സ്ത്രീധനം കൊടുക്കൂല എന്നൊക്കെ നിങ്ങൾ വാശി പിടിച്ചാൽ നമ്മളെ കുട്ടികൾക്കൊക്കെ കല്യാണം വരുമോ, അതിൽ നിങ്ങൾ ഇത്ര നിർബന്ധം പിടിക്കണോ എന്ന് ഭാര്യമാർ ചോദിക്കണോ? വേണ്ട. ഇസ്ലാം നിഷിദ്ധമാക്കിയ അനുവദിക്കാത്തൊരു കാര്യത്തിലും നമ്മൾ അങ്ങനെയൊക്കെ ഇപ്പൊ നോക്കിയാൽ വരുമാനം ഉണ്ടാവുമെന്ന് കച്ചവടത്തിന്റെ കാര്യത്തിൽ ഭർത്താക്കന്മാർ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ വിശന്ന് കഴിഞ്ഞോളാം, പക്ഷെ നരകത്തിലെത്തി ഞങ്ങൾക്ക് തിന്നാനാവൂല എന്ന് പറഞ്ഞ സഹാബ വനിതകളുണ്ട്. അവരുടെ നിലപാടാണ് ഉണ്ടാവേണ്ടത്. ഹാജറിന്റെ നിലപാടാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അറുക്കാൻ പറഞ്ഞു. അപ്പോ അറുക്കാൻ പറഞ്ഞപ്പോ പടച്ചോനെ കുറെ കാലത്തിന് ശേഷം ചോദിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തന്നതല്ലേ കുട്ടിനെ, അതിനെയാണോ നീ അറുക്കാൻ പറഞ്ഞത്? അത് പറഞ്ഞില്ല. അള്ളാഹ് പറഞ്ഞു ഞാൻ അനുസരിച്ചു. സമിഅനാ വ അതഅനാ. അതാണ് വിശ്വാസികളുടെ നിലപാട്, അല്ലേ? അവിടെ ചോദ്യം ചെയ്യലില്ല. അള്ളാഹനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല, അല്ലേ? ലാ യുസ്അലു അമ്മാ യഫ്അൽ. അള്ളാഹ് ചെയ്യണതിനെ പറ്റി നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. വഹും യുസ്അലൂൻ. നമ്മളെ അള്ളാഹ് ചോദ്യം ചെയ്യും. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്തേ നീ അത് ചെയ്യാതിരുന്നത്? അത് ചോദ്യം ചെയ്യാൻ റബ്ബിന് അവകാശമുണ്ട്. റബ്ബ് എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്താ ഇസ്ലാമിൽ ഇങ്ങനൊരു നിയമം? എന്താ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം? ആ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അള്ളാന്റെ അടിമകളാണ് നമ്മൾ. അവൻ നമ്മളെ പടച്ചതാ. അവൻ നമ്മളെ പടച്ചത് ഇവിടെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനാണ്. ഞാൻ പറഞ്ഞ അനുസരിക്കാൻ വേണ്ടി ജീവിതത്തിൽ ഇങ്ങോട്ട് പറഞ്ഞയച്ച നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അനുസരിച്ചോളി, വന്നാ സ്വർഗം തരാം. ഞാൻ പറഞ്ഞ അനുസരിക്കണില്ലേ, നിങ്ങൾക്ക് നരകം തരാം. അള്ളാഹ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കണം. അപ്പൊ പടച്ചോൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇസ്ലാമിൽ എന്താ അങ്ങനെ ഒരു നിയമം? അവിടെ അങ്ങനെ എന്താ? ഇല്ല. അത്തരം ചോദ്യം ചെയ്യലുകൾക്ക് നമുക്ക് അവകാശമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സമ്പൂർണമായി കീഴൊതുങ്ങുക എന്നതാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട്. അതിലുള്ള മഹത്തായ മാതൃക ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നമ്മൾ കാണുകയാണ്. സഹനത്തിന്റെ, ക്ഷമയുടെ, അങ്ങേയറ്റത്തെ സമർപ്പണത്തിന്റെ മനോഹരമായ മാതൃക ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ നമ്മൾ കാണുകയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ തന്റെ ജീവനേക്കാൾ, താൻ അനുഭവിക്കുന്ന വേദനയേക്കാൾ അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ബാപ്പ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താം എന്ന മനോഹരമായ സുന്ദരമായ മറുപടി പറയുന്ന ഒരു മകനായി മാറാൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധിക്കുകയാണ്. ഭാര്യയും മകനും പിതാവും എല്ലാം അള്ളാഹുവിന് സമ്പൂർണമായി കീഴൊതുങ്ങിയ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടപ്പെട്ട മാതൃകാ പുരുഷന്മാരായി, മാതൃകാ വ്യക്തികളായി മാറിയ മനോഹരമായ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ് ഈ ഒരു സമയത്ത് നമ്മൾ അയവറക്കുന്നത്. ആ ഒരു കുടുംബത്തിനെ പോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്ന കുടുംബങ്ങളായി മാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിത പ്രതിസന്ധികളിൽ എന്തു ചെയ്യണം എന്നിടത്ത് പലർക്കും പാളിപ്പോകാറുണ്ട്. കുട്ടികളുണ്ടാവണില്ല, കുറേ കാലം ചികിത്സിച്ചു, പരിശ്രമിച്ചു, അപ്പൊ കുട്ടികളാവണില്ല. എന്നാ പിന്നെ ഇന്ന ജാറത്തിലേക്കൊന്ന് പോയാൽ, ഇന്ന മഹാന്റെ അടുക്കലൊന്ന് പോയാൽ അതിന് സാധ്യതയുണ്ടെന്നറിയുമ്പോൾ അയാൾക്ക് എന്തോ ഒരു കഴിവുണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുന്ന ആളുകൾ, അസുഖം വന്നാൽ അസുഖം മാറാൻ വേണ്ടി ആശുപത്രികളിൽ ചികിത്സ നേടുന്നതിനപ്പുറത്ത് രോഗചികിത്സക്ക് സിദ്ധികളുള്ളവരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാന്മാരുടെ അടുക്കലേക്ക്, ദർഗകളിലേക്ക്, ജാറങ്ങളിലേക്ക് പോകുന്ന ആളുകൾ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ മനോഹരമായ മാതൃകയുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. പടച്ചോനെ എനിക്ക് ഒരു സൽസന്താനത്തെ നീ തരണേ എന്ന പ്രാർത്ഥന തുടരുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്. പ്രായമായിട്ടും ഇനി കുട്ടികൾ ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കാവുന്ന അവസ്ഥ എത്തിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സന്താനത്തെ കൊടുത്തു. മാത്രമല്ല ആ സന്താനത്തെ ലോകർക്ക് മാതൃകയാക്കുകയും ചെയ്തു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പാലിക്കണം, അതിനെ പിൻപറ്റണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തു ജീവൽ പ്രതിസന്ധികൾ വന്നാലും അവിടെ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പറയുകയുള്ളൂ എന്നതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറക്കാനിരിക്കുന്നൊരു സമയത്ത് നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ മക്കൾ നിസ്കാരം നിലനിർത്തുന്നവരാകണം, അവർ ദീനിനോട് സ്നേഹമുള്ളവരാകണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യേകമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. വജുനുബുനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും റബ്ബേ നീ രക്ഷപ്പെടുത്തണേ എന്നാണ്.
വിഗ്രഹാരാധനയായിരുന്നു അന്നത്തെ വലിയൊരു തിന്മ. ആ തിന്മയിൽ നിന്ന് റബ്ബെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ്. ഒരു പിതാവ്, ഒരു മാതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഓൾക്ക് നല്ല ജോലി കൊടുക്കണേ, നല്ല വരുമാനം കൊടുക്കണേ, അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേ എന്ന ഭൗതികമായ കാര്യങ്ങളിലൊക്കെ താല്പര്യപൂർവ്വം പറയുന്നുണ്ടാവും. പടച്ചോൻ ഓലെ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാക്കല്ലേ, ഓലെ മതനിരാസത്തിലേക്ക് എത്തിക്കല്ലേ, ഓലെ ലിബറൽ ആശയങ്ങൾക്ക് അടിമകളാക്കല്ലേ റബ്ബേ, ഓലെ ഇസ്ലാമിൽ തെറ്റിപ്പോകുന്ന മുർത്തദ്ദുകളാക്കി മാറ്റല്ലേ റബ്ബേ. അത് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഞാൻ മതം വിട്ടയാളാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ്. കുറേ പിഴച്ച ചിന്താഗതികളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവുമ്പോൾ ഇബ്രാഹിം നബിയുടെ ചര്യ പിൻപറ്റുന്നവർ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്നതാണ്. ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള പ്രാർത്ഥന ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ റബ്ബന തഖബ്ബൽ മിന്ന, പടച്ചോനെ നീ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അത് ഇബ്രാഹിം നബിയുടെ മാതൃകയാണ്. പടച്ചോൻ പറഞ്ഞ കർമ്മല്ലേ ഞാൻ ചെയ്തത്, ആണ്. ഇഖ്ലാസോടുകൂടിയല്ലേ ചെയ്തത്, ആണ്. എന്നാലും ചെയ്ത കർമ്മം സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. റബ്ബി ജഅൽനി മുഖീമസ്സലഹ് വമിൻ ദുർരിയതി എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. പടച്ചോനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ, എന്റെ മക്കളെയും പടച്ചോനെ നീ നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ എന്നാണ്. നിസ്കാരം പലപ്പോഴും നമ്മുടേത് നഷ്ടപ്പെടുന്ന, മക്കളുടേത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മളതിനെ കാണേണ്ടത്. എന്റെ ഭാര്യയെയും മകനെയും പടച്ചോനെ നിന്റെ ഭവനത്തിന്റെ അരികിൽ ഞാൻ കൊണ്ടുപോയാക്കിയത് റബ്ബനാ ലിയുഖീമുസ്സലാഹ്, ഒരു നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണെന്ന്. അപ്പൊ സമയത്ത് നിസ്കരിക്കുക എന്ന ബോധം നമുക്കുണ്ടാവുകയും നമ്മുടെ മക്കൾക്കും ആ ബോധം കൃത്യമായി പകർന്നു കൊടുക്കുകയും ചെയ്യുന്നിടത്ത് രക്ഷിതാക്കൾ കൃത്യമായി വിജയിക്കേണ്ടതുണ്ട്. അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃകയാണ്. ഈ ഒരു പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഇബ്രാഹിം നബി പറഞ്ഞത് റബ്ബനാ വതഖബ്ബൽ ദുആന, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ റബ്ബേ നീ സ്വീകരിക്കണമെന്ന്. ചെയ്യണ കർമ്മങ്ങൾ മാത്രമല്ല, ഇബാദത്തുകൾ മാത്രമല്ല, ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ റബ്ബേ നീ സ്വീകരിക്കണേ എന്ന ഒരു പ്രാർത്ഥന കൂടിയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മക്കൾക്ക് നന്മകൾ ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു, അല്ലേ? മക്കൾക്ക് നന്മകൾ ഉണ്ടാകണം. മക്കൾക്കുണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച നന്മ ഒരിക്കലും ഭൗതിക നന്മകളായിരുന്നില്ല. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നന്മകളെല്ലാം വമിൻ ദുർരിയതി, അല്ലേ? വമിൻ ദുർരിയതി, എൻ്റെ മക്കളെയും എന്ന് അദ്ദേഹം പിന്നെ പ്രത്യേകമായി ആഗ്രഹിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുത്ത സമയത്ത് ഇന്നല്ലാഹ അസ്തഫ ആദമ വനൂഹൻ വആല ഇബ്രാഹിം വആല ഇമ്രാന അലൽ ആലമീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിമ വല്ലദീന മഅ, സൂറത്ത് മുംതഹിനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്താണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിലും മാതൃകയുണ്ട്. അപ്പൊ അദ്ദേഹം ഒറ്റക്കല്ല ഒരു കാര്യവും ചെയ്തത്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടി അദ്ദേഹത്തോടൊപ്പം ചേർത്ത് നിർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. മക്കൾക്കു കൂടി അദ്ദേഹത്തിന് ലഭിച്ച നന്മകൾ ലഭിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തിലും തന്നെയും തന്റെ കുടുംബത്തെയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ നിസ്കാരത്തിലും പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും, അല്ലേ, നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കണം. അവിടെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ നമ്മൾ പ്രത്യേകം സ്മരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ കുടുംബങ്ങളും ഒരുമിച്ച് നന്മകളിൽ ഇടപെടുന്ന അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കുടുംബത്തെ ഒരിക്കലും നമ്മൾ നമ്മുടെ ആശയത്തിലേക്ക്, നമ്മളുടെ ധർമ്മത്തിലേക്ക്, നമ്മളുടെ കർമ്മത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നിർബന്ധങ്ങളിലൂടെയല്ല. ഭാര്യ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി സ്ഥിരമായി ദീനിന്റെ ആശയങ്ങൾ കേൾക്കാനുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലൊക്കെ പഠിതാവായി ചേർന്നു. പീസ് റേഡിയോ കേട്ടു, ജമീൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. മാറിക്കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് തന്നെ ഭർത്താവ് പൂർണ്ണമായും ശരിയാകണം എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമല്ല. അത്യാവശ്യം ക്ലാസ്സുകളും പള്ളിയിലൊക്കെ വന്നു. ഖുത്ബക്ക് ഏതോ ഒരു അങ്ങാടിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഖുത്ബ കേട്ടു. അപ്പം നമ്മൾ നന്നായി മനസ്സിലായി, പടച്ചോനെ ഞാൻ വിശ്വസിച്ചിരുന്നത് പിന്നെ ലോകം നിയന്ത്രിക്കുന്നവൻ മുദബ്ബിറുൽ ആലം അത് സി എം മടവൂരാണെന്നാണല്ലോ. സി എം മടവൂരിന് അതിനുള്ള കഴിവൊന്നുമില്ല എന്നുള്ളത് ആ ഖുത്ബ കേട്ടപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അപ്പം ഇനി ഭാര്യ ഇന്ന് തന്നെ
അവൾ പാരായണം ചെയ്യുന്ന മൗലിദ് കിതാബുകളൊക്കെ എടുത്ത് ഒഴിവാക്കണമെന്നും ഓളെ ഏലസ് ഇപ്പം തന്നെ പൊട്ടിച്ചെറിയണമെന്നും ഓൾ ഇപ്പം തന്നെ ഇന്ന് ഒഴിവാകണമെന്നും ഓൾ ഇന്ന് തന്നെ എല്ലാവിധ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഓൾ അന്ന് മരിച്ച നാളെ നരകത്തിലാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതിന് നമ്മൾ വാശി പിടിക്കുകയും നിർബന്ധം ചെലുത്തുകയും ഇപ്പം തന്നെ ശരിയാകണം എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടിയ ബോധം കിട്ടാനുള്ള ഒരു ചെറിയ സമയം, അത് പറഞ്ഞു കൊടുക്കാനുള്ള നല്ല ഒരു നല്ല സന്ദർഭങ്ങൾ അത് ഉപയോഗപ്പെടുത്തി ഏറ്റവും ആദ്യം മരണത്തിന്റെ മുമ്പ് അവർ രക്ഷപ്പെടുത്തണമെന്ന അതിയായ ആഗ്രഹത്തോടെ അല്ലേ വാശി പിടിച്ച് നിർബന്ധം ചെലുത്തി ആ ബന്ധം തന്നെ വഷളാക്കണം എന്നല്ല, നമ്മുടെ ദീൻ നിലനിർത്തുന്നതോടൊപ്പം കുടുംബത്തിലേക്ക് അത് വളരെ വേഗത്തിൽ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. എന്നാൽ കുടുംബം ശരിയായിട്ടില്ല, എളാപ്പപ്പോഴും നമ്മളോട് തെറ്റിലാണ്, അടുത്തിട്ടില്ല, ഉപ്പാനോട് ഇപ്പോഴും പറയാനായിട്ടില്ല, അങ്ങനെ സന്ദർഭവും സാഹചര്യം നോക്കി മരിച്ചാണ് പോണവരെ പറയാൻ കഴിയാത്ത ഹതഭാഗ്യന്മാരുണ്ട്. അത്തരം ഹതഭാഗ്യന്മാരിൽ നമ്മൾ പെടാനും പാടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ബാപ്പ നിങ്ങൾ ചെയ്യണ പണി ശരിയല്ല, നിങ്ങൾ ഈ ആരാധിക്കുന്ന ആരാധ്യന്മാർ നിങ്ങൾക്ക് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യണില്ല, അതുകൊണ്ട് ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ആൾക്കാരെ നിങ്ങൾ പിൻപറ്റല്ലേ. അല്ലേ, അത് വളരെ സ്ട്രോങ് ആയ വാക്കാണ്, അല്ലേ, വളരെ സ്ട്രോങ് ആയ വാക്കാണ്. പക്ഷേ ആ സ്ട്രോങ് ആയ വാക്ക് പറഞ്ഞപ്പോഴും യാ അബത്തി എന്ന സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ പൊന്നു ബാപ്പ, എന്റെ പൊന്നാരൊപ്പ എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചത്. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ജീവിത മാതൃകകൾ ജീവിതത്തിൽ പകർത്തി അദ്ദേഹത്തിന്റെ നന്മകൾ അത് പിൻപറ്റി തഖ്വയുള്ളവരായി നല്ല മനുഷ്യന്മാരായി സമൂഹത്തിന് ഉപകാരികളായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കടങ്ങൾ വീട്ടി സന്തോഷത്തോടുകൂടി കഴിയുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫിയാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ അല്ലാഹു അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരോടൊന്നിച്ച് നാളെ സ്വർഗ്ഗലോകത്ത് നാം ഏവരെയും അവൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാരണങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാകട്ടെ. വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിൽ എത്തിച്ചേർന്നിട്ടുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് ഏറ്റവും സുഖകരമായി ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ച് തങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അടുത്ത ഭാവിയിൽ തന്നെ ഹജ്ജിനു വേണ്ടി ആഗ്രഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. أقيموا الصلاة.